ശ്രീ അനിൽ പനച്ചൂരാനാണ് ഇന്ന് നമ്മുടെ അതിഥി. ശ്രീ പനച്ചൂരാൻ, ന്യൂസ് വൺ മോർണിംഗിലേക്ക് സ്വാഗതം. നമസ്കാരം. നാളെ പുതിയ ചിത്രം വരുന്നു, വീപ്പിംഗ് ബോയ്. എത്രമാത്രം പ്രതീക്ഷയുണ്ട് പുതിയ ചിത്രത്തിലെ ഗാനങ്ങളിൽ? ഒരു പുതിയ ഹിറ്റ് കൂടി സമ്മാനിക്കാൻ ഒരുങ്ങുകയാണോ? നമ്മുടെ ശ്രീനേട്ടനുമായിട്ട് ഞാൻ കുറച്ചൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു പടം വരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പുതുമ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇപ്പോൾ ഉള്ളത്. മാത്രമല്ല, ഫെലിക്സ് എന്നൊരു പുതിയ സംവിധായകൻ്റെ അരങ്ങേറ്റ ചിത്രമാണ്. അപ്പോൾ അതിലൊരു കഥയുടെ ഒരു കഥ വളരെ നല്ലൊരു കഥയാണ്. അതായത് നമുക്ക് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ഉത്കണ്ഠപ്പെടുന്ന മനസ്സുകൾ ഈ രാജ്യത്തുണ്ട്. സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഉത്കണ്ഠയുള്ള മനസ്സുള്ള ഒരു മൃഗ ഡോക്ടറുടെ കഥയാണ് ഈ സിനിമ. അപ്പോൾ അതിൽ മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങളെല്ലാം സജീവമായി ഇടപെടുന്ന, മനുഷ്യൻ്റെ ജീവൻ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു മൃഗ ഡോക്ടർ. ആളുടെ പ്രത്യേകത വളരെ കരച്ചിൽ സമ്പന്നനാണ് എന്നുള്ളതാണ്. എന്ത് പറഞ്ഞാലും എന്തിനും ഏതിനും പുള്ളി കരയുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സരസമായ ഒരു ആവിഷ്കാരമുള്ള സിനിമയാണ്. അപ്പോൾ അതിലൊരു ഗൗരവമുള്ള ഒരു പാട്ടാണ് എനിക്ക് അതിൽ എഴുതാൻ ഉണ്ടായിരുന്ന വിഷയം. അതൊരു കുഞ്ഞിൻ്റെ മനസ്സാണ്. ഒരു പുലരി കാണാൻ കൊതിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ജീവൻ്റെ ഒക്കെ ഒരു മനസ്സ് പറയുന്ന ഒരു കവിത തന്നെയാണ് ഇതിൽ ഗാനമായിട്ട് വന്നിരിക്കുന്നത്. ഒരു അണ്ണാറക്കണ്ണൻ സ്റ്റൈലിലാണോ? അങ്ങനെയല്ല, ഈ പാട്ട് ഞാൻ പാടാം. ചെമ ചെമ ചെമന്നൊരു പുലരിയിൽ, ചെമ ചെമ ചെമന്നൊരു പുലരിയിൽ, മിഴിനീത്തി നീന്തിടാൻ കൊതിവിടാതെ കളകളമിളകിടുവാൻ ഒരു ശ്വാസമരുളണമേ, ചെമ ചെമ ചെമന്നൊരു പുലരിയിൽ. ഇങ്ങനെയാണ് പാട്ട്. അനിൽ പനച്ചൂരാറിന്റെ പുതിയ കവിതകൾ അല്ലെങ്കിൽ കവിതകളുടെ അതേ ഈണത്തിലുള്ള പാട്ടുകൾ അത് തന്നെയായിരിക്കും ഈ സിനിമയുടെയും പുതുമ, അല്ലേ? ഈ ഗാനത്തിന്റെയും പുതിയ കവിതകൾ എങ്ങനെയൊക്കെയാണ്? ഞാൻ തന്നെ സംഗീതം, പുതിയ കവിതകളുടെ കവിതകൾ ഇപ്പോൾ കാസറ്റ് രൂപത്തിലാണ് ഞാൻ എൻ്റെ കവിതകൾ സാധാരണ ഇറക്കാറുള്ളെങ്കിലും ഇപ്പോൾ ഒരു വർഷമായിട്ട് അങ്ങനെ ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൽ ആരെങ്കിലും മുടക്കുമുതൽ തിരിച്ചു കിട്ടണ്ടേ. ഇതൊക്കെ ഇറങ്ങിയാൽ പിറ്റേ ദിവസം തന്നെ ഇത് പ്രപാടനം ചെയ്യപ്പെടും, ആട് മുഴുവൻ ഇതാകും. യൂട്യൂബ് ഇങ്ങനെ കുറേ ഇപ്പോഴത്തെ പുതിയ മീഡിയകളുടെ സിനിമാക്കാർ അതിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ഞങ്ങളെപ്പോലുള്ള ഈ കാസറ്റ് എന്ന വിഭാഗത്തിലുണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ അതിപ്പോഴും അത് സാമ്പത്തികം ഗുണം ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പം എൻ്റെ കാസറ്റിൽ ഇറങ്ങാത്തുള്ളതാണ് സത്യം. ഇനിയിപ്പോൾ ഞാൻ തന്നെ സ്വയം ഇറക്കേണ്ടി വരും. യൂട്യൂബിലൊക്കെ പോകുമ്പോൾ സത്യം കോപ്പിറൈറ്റും അതിന്റെ റെമ്യൂണറേഷനിലൊക്കെ ഇപ്പോഴും പ്രശ്നങ്ങളുണ്ടെന്നാണോ പറയുന്നത്? ഇത് റെമ്യൂണറേഷൻ ഉണ്ടോ ഇതൊന്നും നമുക്കറിയില്ല. എൻ്റെ കവിതകളോ ഇതൊക്കെ ഉണ്ടെന്നത് ഇത് യൂട്യൂബിലുള്ളതൊക്കെ പറയുന്നത് കേൾക്കുന്നതല്ലാതെ ഇതിൻ്റെ ഒരു ഗുണം എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ മാത്രമല്ല, ഇതിന് അപേക്ഷയെ സമർപ്പിക്കണമെന്നാണ് പറയുന്നത്. അവകാശത്തിന് അപേക്ഷ സമർപ്പിക്കേണ്ടി വരുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എൻ്റെ കവിത കേൾക്കുന്നവർ പൈസ തരുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് എനിക്ക് എത്തിച്ചേരുക എന്നുള്ളത് ചെയ്യേണ്ടത് ഈ രാജ്യം തന്നെ ചെയ്യേണ്ടതല്ലേ. ഇതിപ്പോൾ ഞാൻ അപേക്ഷ കൊടുത്താൽ ഇത് കിട്ടത്തുള്ളതാണ് ഇപ്പോൾ അറിവ്. അപ്പോൾ ഇത്തരം അപേക്ഷയും ആയി നടക്കുക എന്നുള്ളത് പണ്ട് മുതലേ എനിക്ക് ശീലമില്ലാത്തതുകൊണ്ടാണ്. സാങ്കേതികതയും നിയമപരവുമായിട്ട് ഒരുപാട് അന്തരം ഉണ്ടെങ്കിലും യൂട്യൂബ് പോലുള്ള മാധ്യമങ്ങൾ വരുമ്പോൾ പുതിയ തലമുറയ്ക്ക് കൂടുതൽ അടുക്കുകയാണ്. താങ്കളെ പോലുള്ള കവികളുടെ ഗാനങ്ങൾ അല്ലെങ്കിൽ കവിതകളും ഗാനങ്ങളും ഒക്കെ യുവതലമുറയിലേക്ക് കൂടുതൽ അടുത്ത് വരികയാണ്. അല്ല, അത് ശരിയാണ്. പക്ഷെ നമ്മളൊരു പ്രശ്നം വെച്ചാൽ നമ്മൾ അതിനെ നന്ദികേരോട് അതിനെ സമീപിക്കുന്നതാണ്. ഇപ്പം സിനിമ തന്നെ ഇപ്പം കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് നമ്മൾ സിനിമയെക്കുറിച്ചാണല്ലോ ചർച്ച ചെയ്തിരുന്നത്. അതുപോലെ സിനിമകളപ്പം തന്നെ എന്ത് ചെയ്യാന്നാണ് വേറെ പൈറസി എന്ന് പറഞ്ഞ വിഷയം. ഇത് പൈറസി എന്ന് പറഞ്ഞാൽ മാത്രമല്ല, ഇതിപ്പോൾ ആരെങ്കിലും മനഃപൂർവ്വം ചെയ്യുന്നതല്ല. എന്നോടുള്ള സ്നേഹം കൊണ്ട് തന്നെ ആയിരിക്കും എൻ്റെ ഇപ്പോൾ ഒരു കവിത ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വേറൊരാൾക്ക് പാസ് ചെയ്ത് കൊടുക്കും. അത് പാസ് ചെയ്ത് പക്ഷെ അത് വില കൊടുത്ത് വാങ്ങുക, അതിനുവേണ്ടി പണം മുടക്കുന്ന ഒരാൾ എന്നൊക്കെ ഒരു സംഭവം ഉണ്ടല്ലോ. എനിക്ക് പ്രകാശനമാണ് എന്നുള്ളത് എങ്കിൽ യൂട്യൂബ് നല്ലതാണ്. സ്വയം പ്രകാശിക്കാനുള്ള സ്ഥലം അത് നല്ലതാണ്. പക്ഷെ നമുക്കൊരു വിപണിയിലേക്ക് ഇറക്കുന്ന ഒരു കാസറ്റ് എന്ന രൂപത്തിൽ അല്ലെങ്കിൽ CD രൂപത്തിലൊക്കെ ഇറങ്ങിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ ഒരുപാട് പിന്നോട്ട് പോയി എന്നുള്ളതാണ്. അതൊരു സങ്കീർണമായ വിഷയമാണ്. അത് സത്യത്തില്ല. അതെ, വളരെ സങ്കീർണമായ വിഷയമാണ്. പക്ഷേ ഇതിനകത്തുള്ള മറ്റൊരു കാര്യം, ചൊൽക്കവിതകൾക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടുന്നു. കവിത വീണ്ടും ചൊല്ലാനുള്ളതായി
മാറുന്നു എന്നൊക്കെയുള്ള ചില സംഭവങ്ങളുണ്ട്. അതിൽ പനച്ചൂരാനെ പോലുള്ള കവികൾക്കൊരു സംഭാവനയുമുണ്ട്. അപ്പോൾ ഈ കവിതയുടെ ഭാവുകത്വം സംബന്ധിച്ച് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു. വായിക്കാനുള്ള കവിതകൾ, ചൊല്ലാനുള്ള കവിതകൾ എന്ന രീതിയിലേക്ക് അതിന് എല്ലാ കാലത്തും നിലനിൽപ്പ് ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ എങ്കിലും ഈ കവിത എന്ന് പറയുന്നത് ചൊല്ലാനുള്ളത് തന്നെയാണ്. അത് കുറച്ച് ഈ പ്രോസിൽ നമുക്ക് കവിത എന്ന് പറയുന്നതിൻ്റെ മൂല്യം വേണമെങ്കിൽ നമുക്ക് പ്രോസിലൂടെ ആവിഷ്കരിക്കാം. പക്ഷേ നമ്മൾ കവിത എന്ന് പറയുന്നത് ഈണത്തിൽ ചൊല്ലാനുള്ളത് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അത് ഉണ്ടായ കാലം മുതൽ അത്തരത്തിലൊരു അത് ചൊല്ലപ്പെടുന്നതാണ്. അത് ഇവിടെയല്ല, എല്ലാ ഭാഷയിലും കവിത എന്ന് പറയുന്നത് അതാണ്. പിന്നെ പുതിയ ഓരോ കാലഘട്ടത്തിലും മാറ്റങ്ങൾ ഉണ്ടാകുന്ന വഴിയിൽ ഉണ്ടായ കവിതയ്ക്ക് തന്നെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും, അതിൻ്റെ ഭാവുകത്വങ്ങൾ മാറിയിട്ടുണ്ടാകും. എന്നാലും കവിത ചൊല്ലപ്പെട്ട് കേൾക്കാനാണ് ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. കവിതയ്ക്ക് അങ്ങനെ എന്തായാലും ഒരു നദി ഒഴുകുന്ന ഒഴുക്ക് അതിനുണ്ടാകണം. ഭാഷയിലെ ആ ഒഴുക്കാണ് നമ്മളെ ഇഷ്ടപ്പെടുത്തുന്നത്, കവിതയിലേക്ക് നമ്മളെ ആകർഷിക്കുന്നത്. വായന കുറഞ്ഞു വന്നതും കവിത കേൾക്കുന്നതിലേക്കും അല്ലെങ്കിൽ കവി നേരിട്ട് ചൊല്ലി കേൾക്കുന്നതിലേക്കുള്ള ഒരു താല്പര്യം ആളുകൾക്ക് വന്നിട്ടുണ്ട്. അത് വായനയോടുള്ള താല്പര്യം കുറഞ്ഞതുകൂടി ആയിരിക്കാം. അതെ അതെ. എന്തായാലും ആളുകൾ ഇപ്പോഴും അനിൽ പനച്ചൂരാനെ പോലുള്ള കവികളെ അല്ലെങ്കിൽ താങ്കളെ ഗാനരചയിതാവിനെ മാറ്റി നിർത്തി കവികളെ ഇപ്പോഴും സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ന്യൂ മീഡിയ ഉൾപ്പെടെയുള്ള സാധനങ്ങളിൽ ഇപ്പോഴും ഇത്തരം യാതൊരു ബാരിക്കേഡും ഇല്ലാതെ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നതും. അതെ, തീർച്ചയായിട്ടും കവികളിൽ ഒരു സമൂഹത്തിൽ ഇല്ലാതെ വരുന്ന കാലഘട്ടം ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിക്കുക സമൂഹം. കാരണം കവികളാണ് എല്ലാ കാലത്തും സമൂഹത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മൾ പറയുന്ന സംസ്കാരം എന്ന് പറയുന്നതിൻ്റെ വേരുകൾ നമ്മൾ അന്വേഷിച്ച് ചെന്നാൽ നമ്മൾ എവിടെ ചെന്ന് നിൽക്കുമെന്ന് വെച്ചാൽ നമ്മുടെ പഴയ കാവ്യ പാരമ്പര്യത്തിൽ പോയി നിൽക്കും എന്നുള്ളതാണ്. അപ്പം അവർ സംസ്കരിച്ച് എടുത്ത ചിന്തയാണ് അവരുടെ ഓരോ കാവ്യങ്ങളും. ഞാൻ ഈ കാലഘട്ടത്തിൻ്റെ ആളാണ് എന്നുള്ളതാണ്, ഈ കാലഘട്ടത്തിലേക്ക് വന്ന് നിൽക്കുന്ന ഒരാളെന്നുള്ളതാണ്. പക്ഷെ നമുക്ക് വന്ന വഴി, കവിതയുടെ വഴി എന്ന് പറഞ്ഞാൽ അത് നൂറ്റാണ്ടുകളുടെ അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങളുടെ പുറകോട്ട് നമുക്ക് പോയാലാണ് കവിതയുടെ വഴി നമുക്കുണ്ടെന്നുള്ളതാണ്. അതാണ് നമ്മളെ മനുഷ്യനെ സംസ്കരിച്ച് എടുത്തത്, മനുഷ്യനെ ഈ രീതിയിൽ അവനെ വളർത്തിയെടുത്തത് അവരുടെ ഭാവനയാണ് എന്നുള്ളതാണ്. വിമാനം പോലും വ്യാസന്റെ ഭാവനയാണ് എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും. ശ്രീ പനച്ചൂരൻ, കവിതയുടെ ഭാവുകത്വത്തിൽ മാറ്റം വന്നു, സിനിമയുടെ ഭാവുകത്വത്തിൽ മാറ്റം വന്നു. ഇപ്പോൾ ന്യൂ ജനറേഷൻ സിനിമകൾ എന്നൊക്കെ പറയുന്നത് തീർത്തും വ്യത്യസ്തമായ ഭാവുകത്വം വഹിക്കുന്നവയാണ്. പക്ഷേ ഗാനരചനയിൽ ഇപ്പോഴും നമുക്ക് ചില പഴയ ബിംബങ്ങളും ഒക്കെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. നിലാവും മൂവാണ്ടന്മാവും ഒക്കെ വീണ്ടും ഗാനങ്ങളിലേക്ക് കടന്നു വരാൻ നിർബന്ധിതം. അതായത് നമ്മളിപ്പോൾ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്കതിൽ മനസ്സിലായിട്ടില്ല. അത് കാരണം ഓരോ കാലത്തും ആ കാലഘട്ടത്തിലുള്ള ഒരു ന്യൂ ജനറേഷനാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സിനിമയിൽ ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ പുതിയ കുട്ടികൾ വരുന്നു എന്നുള്ളതാണ് ന്യൂ ജനറേഷനെങ്കിൽ അതെല്ലാ കാലത്തും വരേണ്ടതാണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ന്യൂ ജനറേഷൻ സിനിമകളിൽ നല്ല പാട്ടുകളാണ് വരുന്നത്. എന്നാൽ നല്ല പാട്ടുകൾ എന്ന് പറയുന്നതിൽ അതിനകത്ത് അവർക്ക് ആവശ്യമുള്ള, സിനിമയ്ക്ക് ആവശ്യമുള്ള വരികളാണല്ലോ നമുക്ക് കൊടുക്കേണ്ടി വരുന്നത്. ഒരു കവിയുടെ ഇടപെടലൊന്നും ചിലപ്പോൾ ഒരു പക്ഷേ ആവശ്യം വരുന്നില്ല ഒരു സിനിമാ പാട്ടിൽ. ചിലപ്പോഴൊക്കെ അത് ചില കാര്യങ്ങൾ, ആ സിനിമയ്ക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കവിത്വം എന്നും അവിടെ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അല്ല ശ്രീ പനച്ചൂരൻ, എന്ന് പറയുന്ന പാട്ടുകൾ ഉണ്ടാവണമെന്ന് ഞാൻ ചോദിച്ചത് അതിൻ്റെ വിഷയങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാകുന്നില്ല, അതിലുപയോഗിക്കുന്ന ബിംബകൽപ്പനകളിൽ വലിയ മാറ്റം ഉണ്ടാകുന്നില്ല. അത് ഇപ്പോഴും ആ പഴയ ഭാവുകത്വം തന്നെ പേറാൻ നിർബന്ധിതമാവുന്നു എന്നൊരവസ്ഥ ഇല്ലേ? അല്ല, അതിപ്പോൾ നമ്മൾ ഒരു രസം പറഞ്ഞല്ല, ഇപ്പം നമ്മൾ ചില വാക്കുകൾ അല്ലെങ്കിൽ സിനിമാ പാട്ടുകളിലെന്ന് എന്നോടൊരു സുഹൃത്ത് പറയും, ഇന്ന് കിനാവ് തുടങ്ങിയ കുറേ വാക്കുകൾ, അത് എന്ത് പറഞ്ഞാൽ ചിലപ്പോൾ ഒഴിവാക്കാൻ പറ്റാത്ത ഒരുപാട് വാക്കുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ചിലപ്പോൾ സിനിമയിൽ ആവർത്തിക്കുന്നുണ്ടാവും. പക്ഷേ അതൊക്കെ ആ സിനിമ ആവശ്യപ്പെടും എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ വിഷയങ്ങൾ തന്നെ എനിക്ക് തോന്നുന്നു 5-8 വിഷയങ്ങളേ ഉള്ളൂ ലോകത്തെ സിനിമയിൽ എന്ന് പറയേണ്ടി വരും. ചില പ്രധാന വിഷയങ്ങൾ എന്ന് പറയുന്ന നിലയിൽ പ്രണയം ഇങ്ങനെയൊക്കെ മാറ്റിവെറ്റ് നമ്മൾ അക്കവിട്ട് പറഞ്ഞാൽ, അപ്പോൾ അത്തരത്തിൽ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒരേ വാക്കുകൾ ഒരേ ബിംബങ്ങളൊക്കെ വന്നേക്കാം. പക്ഷെ അത് വരുത്താതിരിക്കാൻ ശ്രമിക്കുന്ന ആളാണ് ഞാൻ എന്നുള്ളതാണ് സത്യം. കാരണം ഞാൻ ഒരുപാട് പുതിയ വാക്കുകൾ, ഇപ്പോൾ ശൗരപ്രവീണൻ എന്ന വാക്കുൾപ്പെടെയുള്ള കുറേ വാക്കുകൾ, രോമാശയം എന്നൊക്കെ പറയുന്നുള്ള വാക്കുകളൊക്കെ പറഞ്ഞ ആളാണ് ഞാൻ. അത് ആൾക്ക് മനസ്സിലായി എന്നുള്ളതാണ്, അത് നമ്മുടെ ഭാഷയിലില്ലെങ്കിലും. അപ്പോൾ അത്തരത്തിൽ ഞാൻ ഇത്തരം പുതുമകൾ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് മലയാള സിനിമയിൽ മാത്രമല്ല, സിനിമയിലെ ആയാലും കവിതകളിലായാലും ഒരു പ്രത്യേക ഭാവം. അതായത് കവിതകളിൽ എനിക്ക് തോന്നുന്നു കൂടുതലും വേദനയെ ഒരു തീമാക്കിയിട്ടാണ് മിക്ക കവിതകളും. ഏത് കവിത പരിശോധിച്ചാലും അതിൽ ആ ഒരു തീം നമുക്ക് കാണാം. ശരിയല്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ പലപ്പോഴും എപ്പോഴെങ്കിലും?
അല്ല, പലപ്പോഴും നമ്മൾ മനസ്സിൽ രണ്ട് കാര്യങ്ങളാണ് ഒരുപക്ഷെ എന്നെ പ്രചോദിപ്പിച്ചിട്ടുള്ള രണ്ട് വിഷയങ്ങൾ. അത് രണ്ട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ടായിരുന്നത് വിപ്ലവവും അതേസമയം തന്നെ ആധ്യാത്മിക ചിന്തയുമാണ്. ഇത് രണ്ടും എന്നെ ഒരേപോലെ നയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത് രണ്ടിൻ്റെയും എസൻസുകൾ എൻ്റെ കവിതയിലെപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഈ ഭക്തിക്ക് ഒരു വിഷാദഭാവമുണ്ട്. ഭക്തി കാണാത്ത ദൈവത്തെക്കുറിച്ചുള്ള കീർത്തനമാണല്ലോ. കണ്ടുമുട്ടും വരെയുള്ള ഒരു എന്താ പറയുന്ന ഒരു മനസ്സിൻ്റെ ഒരു വികാരം എന്ന് പറയുന്നൊരു വിഷാദം തന്നെയാണ്. അപ്പോൾ പ്രണയത്തിനും ഉണ്ട് ഇതേ ഭാവം തന്നെ. അതിനൊരു വിഷാദം ഉള്ളിലുണ്ട്. അപ്പോൾ അതിലൊക്കെ അങ്ങനെ ഒരു വിഷാദച്ചവി കലർന്നിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അത് അങ്ങനെ വരാം. അതായത് ശ്രീ പനച്ചൂരൻ, വിപ്ലവം താങ്കളുടെ ഒരു യുവത്വത്തിൻ്റെ ഭാഗമായിരുന്നു, അല്ലെങ്കിൽ കൗമാരത്തിൻ്റെ ഭാഗമായിരുന്നു. പ്രണയവും സ്വാഭാവികമായും ഉണ്ടാവാം. അതിനോടൊക്കെ ഒപ്പം മറ്റ് ഒരുപാട് അരാജകത്വത്തിൻ്റെയും ലഹരിയുടെയും എല്ലാം ചേരുന്ന ഒരു ചേരുവ താങ്കളുടെ ജീവിതത്തിലുണ്ട്. അത് എത്രമാത്രം കവിതയിൽ പ്രതിഫലിക്കുന്നുണ്ട്? കവിതയ്ക്ക് അല്ലെങ്കിൽ ഒരു കാവ്യ ജീവിതത്തിന് അത് എങ്ങനെയാണ് അത് ബാധിക്കുന്നത്? അത് ഒരു തമാശ പറയാം. മുമ്പ് ഞാൻ ഈ സന്യാസ ജീവിതമൊക്കെ അയച്ചിരുന്ന കാലത്ത് ഒരാളോട് പറഞ്ഞാണ് ഈ ലഹരിയിലും ഹരി ഉണ്ടെന്നാണ്. ഹരി എന്നാൽ ഹരിയാണല്ലോ അന്വേഷിക്കുന്നത്. അപ്പം ലഹരി വഴിയും ഹരി അന്വേഷിക്കുന്നവരുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ ഒരു കാലത്തെ ഒരു സമയം. ഇപ്പം നമ്മൾ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ആൾക്കാർ ഇപ്പോൾ ചിലത് ചെയ്യുന്നത് എന്ന് നമ്മൾ പറയുന്നത് ഈ ലഹരിയൊക്കെ കാണിക്കുന്നു, സിനിമയിൽ കാണിക്കുന്നു, അതിപ്രസരം ഉണ്ടെന്നൊക്കെ പറയുന്നത് മുമ്പുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതൊന്നും പുതിയ ജനറേഷൻ്റെ കുറ്റമൊന്നും പറയണ്ട. കുറേ മുമ്പ് ചെയ്യുന്നതാണ്. കള്ളുകുടിക്കൊക്കെ ചെയ്യുന്നത് കുറേ കാലം പോലെ പണ്ട് പോലെ ഉള്ളതാണ് സംഭവം. അപ്പോൾ അതുകൊണ്ട് അതായത് സീതാന്വേഷണത്തിന് പോയ ഹനുമാനും പാർട്ടികളും തിരിച്ചു വന്ന് സീതയെ കണ്ട സന്തോഷത്തിൽ കുടിക്കാൻ തുടങ്ങിയെന്ന് രാമായണത്തിൽ മുതലുള്ള തെളിവുള്ള കേസാണ്. അതിന് കവികളോ അല്ലെങ്കിൽ എഴുത്തുകാരോ ഒക്കെ ചിലരിത് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അതൊന്നും ഒരു സ്വാധീനമല്ല. എഴുത്തിന് ബോധമാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടതെന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ബോധത്തെ സ്വാധീനിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ നല്ല സൂപ്പർ കോൺഷ്യസ് നിന്നുകൊണ്ടാണ് അത് എഴുതേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ലഹരി ഒരിക്കലും അതൊരു മയക്കത്തിൻ്റെ ഭാഗമാണ്. അതൊരിക്കലും ജീവിതമല്ല. അത് ഒരിക്കലും ആരും കേട്ട് പഠിക്കേണ്ട കാര്യമല്ല. അത് ന്യൂ ജനറേഷനായാലും ഓൾഡ് ജനറേഷനായാലും അതിൻ്റെ ദോഷമേ ആളുകൾ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് അത്തരത്തിൽ അതിനെ ഒരിക്കലും ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അത് നമ്മൾ കൂടുതൽ നല്ല പറയേണ്ട കാര്യമല്ല. അത് നമ്മുടെ വിഷയമാകേണ്ട കാര്യം. വിപ്ലവ ചിന്തകളുടെ ഒരു ഭാഗമായിരുന്നു ഇത്തരം കാര്യങ്ങൾ അല്ലേ? അന്നത്തെ താങ്കളുടെ ഒരു കോളേജ് വിദ്യാഭ്യാസ കാലത്തൊക്കെ ഞാൻ ഒരു കാലത്ത് വിചാരിച്ചത് എന്താ അറിയോ, ഈ ലോകം ഒരു തുറന്ന ജയിലാണെന്നാണ്. എനിക്ക് ആ തോന്നൽ ചിലപ്പോഴൊക്കെ ഇപ്പോഴും ഉണ്ട്. സത്യത്തിൽ ഈ ലോകം ഒരു തുറന്ന ജയിലാണ്. കാരണം നമ്മൾ എവിടെയും സ്വതന്ത്രരാണെന്ന് പറയുന്നേ ഉള്ളൂ. ടാഗോർ പറഞ്ഞതാണ് എനിക്ക് എൻ്റെ ജീവിതവൃത്തം എന്നുള്ളത്. എവിടെയാണ് എൻ്റെ ശിരസ് ഉയർന്നിരിക്കുക, അഭിമാനത്തോടെ ഉയർന്നിരിക്കുന്ന ശിരസ്സുള്ള നാട്ടിലൂടെ നടക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ വേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ആ അഭിമാനത്തോടെ ഉയർന്ന ശിരസ് എന്ന് പറയുന്നതാണ് ലക്ഷ്യം എന്നുള്ളത്. അത് കവിയുടെ മാത്രം ലക്ഷ്യമല്ല, കവിതയുടെ മാത്രം ലക്ഷ്യമല്ല, എല്ലാ മനുഷ്യൻ്റെ ലക്ഷ്യം അതായിരിക്കും എന്നുള്ളത്. അങ്ങനെ ഉയർന്ന ശിരസ്സുള്ള ഒരു നാടായി നമ്മുടെ നാട് മാറണം, നാട്ടുകാരൻ മാറണം എന്നുള്ള ആഗ്രഹമാണ് എഴുത്തിൻ്റെ പ്രചോദനം എന്നുള്ളത്. അല്ലാതെ വേറൊരു കാര്യവും അതിനെ പ്രചോദിപ്പിക്കേണ്ട. ചിന്ത സമൂഹം നന്നാകണമെന്നുള്ളതാണ്. സമൂഹത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും മാറി നിന്നിട്ടില്ല എൻ്റെ കവിത. ഇപ്പോൾ ഏറ്റവും അടുത്ത ലേറ്റസ്റ്റ് വന്ന സിനിമ പോലും അതിലൊരു പാട്ടുണ്ട്, നാടോടി മന്നൻ എന്ന സിനിമ പോലും. അതിലൊരു പാട്ട് വയ്യാ 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 വൈദ്യരേ, വയ്യാതിരിക്കാൻ വയ്യാ വയ്യാ വൈദ്യരേ, ആശുപത്രിയൊക്കെ നിങ്ങൾക്ക് ആശുപത്രിയാക്കിയെന്ന് എഴുതിയത് ഞാനിപ്പോഴാണ്. അപ്പം അതും ഈ സമൂഹത്തെ കാണാതിരിക്കുന്നില്ല ഞാൻ. സിനിമയിലായാലും എവിടെയായാലും സമൂഹത്തെ കണ്ടുകൊണ്ടാണ് എഴുതുക എന്നുള്ളതാണ് എനിക്കെപ്പോഴും വേണ്ട ഒരു കാര്യം. സമൂഹത്തിൽ നിന്ന് ഞാൻ മാറി നിൽക്കുന്നതേ ഇല്ല. ശ്രീ പനച്ചൂരൻ, ആധുനികതയുടെ കാലത്തെ ആ ഒരു കാലത്തുണ്ടായിരുന്ന ഒരു രീതിയാണ് ഇങ്ങനെയുള്ള അരാജകത്വം, ലഹരി, ഇത്തരം സംഗതികളൊക്കെ. പിൽക്കാലത്ത് ആ ഒരു തിരത്തള്ളൽ കഴിഞ്ഞ് കുറെ കൂടി പ്രാക്ടിക്കലായ അങ്ങനെയല്ല പറയണ്ടേ, അതിൻ്റെ ഗ്ലോറിഫിക്കേഷൻ എന്ന് പറയണം. അതായത് ലഹരി അല്ല ആധുനിക കാലത്ത് എന്ന് പറയാൻ പറ്റില്ല. അതിനെ ഗ്ലോറിഫൈ ചെയ്തിരുന്നു ഒരു സമയത്ത്. കാരണം അത് സമൂഹത്തോടുള്ള അത് തെറ്റായ ചിന്തയിലേക്ക് അത് വളർന്നു പോയിരുന്നു. അതുകൊണ്ടാണ് അത് തീർന്നു പോയത്. ഓരോ കാലത്തും ഓരോന്ന് അത്തരത്തിലുണ്ടാകും ട്രെൻഡുകൾ. അത്തരത്തിൽ ട്രെൻഡുകളായിട്ട് തീർന്നു പോയതാണ് ഈ ലഹരിയൊക്കെ. ഇനി പുതിയ കാലത്ത് പുതിയ കുട്ടികൾ അങ്ങനെ ആയി വരണം എന്ന് വിചാരിക്കരുത് ഒരിക്കലും. അത് പുതിയ കാലം ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ നാട് അന്യരുടെ നാട് കൂടിയാണ് ഇപ്പോഴും. ഒരുപാട് പേരും നമ്മുടെ പുതിയ ആൾക്കാരും പുതിയ സംസ്കാരങ്ങളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട് ഇപ്പോഴാണ്. അപ്പോൾ അത് മനസ്സിലാക്കി നമ്മുടെ സംസ്കാരത്തെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനം. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ കടക്കാരൊക്കെ ഹിന്ദി പറയുന്നവരാണ്. ഇപ്പോൾ വരുന്നവരുടെ ഭാഷ നമ്മൾ പഠിക്കുകയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭാഷ അവരിലേക്ക് ചെലുത്തുക എന്നുള്ള ജോലി നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ അത്തരത്തിലാണ് നമ്മളെല്ലാ കാര്യത്തിലും. ഏതായാലും നാളെ വരുന്ന
സിനിമയിലെ ഗാനത്തെക്കുറിച്ച് താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. ആ ഗാനം താങ്കൾ പാടിക്കഴിഞ്ഞു. അത് പുതിയ പ്രതീക്ഷയാണ് ഉയർത്തുന്നത് എന്ന പ്രതീക്ഷയും താങ്കൾ പങ്കുവച്ചു. സിനിമ ഒരു വലിയ വിജയമാവട്ടെ, ഒപ്പം താങ്കളുടെ പാട്ടും കൂടുതൽ ഒരു ഹിറ്റായി വളരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു ചെറിയ കവിത ശകലം കൂടി ചൊല്ലിക്കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ശ്രീ പനച്ചൂരൻ. ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം, എൻ്റെ കനവിൽ നീ എത്തുമ്പോളോമനിക്കാൻ, ഒരു മധുരമായെന്നു ഓർമ്മ വയ്ക്കാൻ, ചാരുഹൃദയാഭിലാഷമായി കരുതി വയ്ക്കാൻ. ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ ഇത്രയും തീക്ഷ്ണമായി കാണുന്ന ഒരു കവിക്ക്, അനിൽ പനച്ചൂരാനെ പോലൊരു കവിക്ക് പാടാതിരിക്കാനാവില്ല. അതുകൊണ്ട് വളരെയധികം നന്ദി പനച്ചൂരാൻ, ഞങ്ങളുടെ ന്യൂസ് 1 മോർണിംഗിൽ അതിഥിയായി വന്നതിന്.